ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് അവിൽ കൊണ്ട് ചെയ്തെടുക്കാവുന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇതുണ്ടാക്കി സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പയിൽ ഈ അവിലെടുത്തിട്ട് ഇതുപോലെയാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. അവിലെന്ന് പറയുമ്പോൾ വളരെ തിന്നായിട്ടല്ലേ, ചെറുതായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് എണ്ണയിലേക്ക് ഇട്ടിട്ട് കോരിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എല്ലാം കൂടെ കോരിയെടുക്കാൻ. അപ്പോൾ പകുതിയോളം നമുക്ക് കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമാണ് കേട്ടോ. ഇനി ഇതുപോലെയുള്ള അരിപ്പ ഇല്ലാത്തവരാണെങ്കിൽ നേരിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് കരിഞ്ഞു പോവാതെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് 2 തവണയായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എണ്ണയിലേക്ക് അധികമൊന്നും അവിൽ പോവാതെ ഇങ്ങനെ തന്നെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് അവിൽ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്, കാരണം നമുക്കിത് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ എടുക്കരുത്. വെളിച്ചെണ്ണയ്ക്ക് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു രുചി മാറിപ്പോവും കുറേ നാൾ വെക്കുമ്പോൾ. അപ്പോൾ ഇതാ നമ്മൾ അവിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്യാം. ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ ഈ അവിലിൽ ഒരുപാട് ഒരു പൊടിയായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് എണ്ണയിലേക്ക് പോയിട്ട് എണ്ണയുടെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത്ര അവിൽ മാത്രമല്ലേ എണ്ണയിലേക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഞാൻ ഒരു ബാച്ചും കൂടെ 1.5 കപ്പ് അവിൽ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തത്. അവിൽ ഫ്രൈ ചെയ്തൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. അതിലുള്ള എണ്ണയൊക്കെ മുഴുവനായിട്ട് പോരണമെങ്കിൽ ടിഷ്യൂ പേപ്പറിലേക്ക് തന്നെ വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വറ്റൽമുളക് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അത് ഇതുപോലെ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഏതായാലും നമ്മൾ ഈ ഒരു അരിപ്പ ഇപ്പോൾ എണ്ണയൊക്കെ ആക്കിയല്ലോ, അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 4 വറ്റൽമുളക് ഒന്ന് ഫ്രൈ ചെയ്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കപ്പലണ്ടി, അതായത് നിലക്കടലയാണ് കേട്ടോ. അപ്പോൾ അതും നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കപ്പലണ്ടിയൊക്കെ കുറച്ചൊന്ന് ഫ്രൈ ആയിന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് തന്നെ കോരിയെടുക്കണം. കുറേ സമയം വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമ്മളിത് കോരി കഴിഞ്ഞാലും കുറച്ചൊരു ചൂട് അതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരുന്നാലും കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടോ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നു എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കപ്പലണ്ടി നമ്മളിവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ മിക്സറിലേക്കൊക്കെ വെളുത്തുള്ളി ചതച്ചിടൂലേ, അതുപോലെ തന്നെ തൊലിയോട് കൂടിയിട്ട് ഓരോ അല്ലി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കുടം വെളുത്തുള്ളിയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. വെളുത്തുള്ളിയും ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഫ്രൈ ചെയ്ത് മാറ്റാം. ഇതാ ഞാനിവിടെ ഒരു പിടി കറിവേപ്പില കൂടെ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഇതിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ അവിലൊക്കെ നല്ലപോലെ എണ്ണയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. ഇതിലുള്ള എണ്ണയൊക്കെ മുഴുവനായിട്ടും പോയതിന് ശേഷം വേണം കേട്ടോ എടുക്കാൻ. ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തതാണ്, ഇപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്നും ഒരുപാട് ചേർക്കരുത് കേട്ടോ, ഒരു നുള്ളു മതി. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. എല്ലാം കൂടെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ ഈ ഒരു അവിൽ കൊണ്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡി. നമ്മൾ മിക്സ്ചറൊക്കെ കഴിക്കുന്ന രീതിയിൽ ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അവിലൊക്കെ ഈ ബ്രൗൺ കളറിലുള്ള അവിലൊക്കെ നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റ് ആണല്ലോ. ഇതുപോലെ ഫ്രൈ ചെയ്ത് മസാലകളൊക്കെ ചേർത്ത് ഈ കടലയും ഇതൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മാവൊന്നും ഇല്ലാതെ ചെയ്യാവുന്ന ഒരു മിക്സ്ചർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും.
ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്